ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 1.2 1.1 ഡിസ്കസ് ചെയ്താണ്. 1.1 വരുന്നത് 2 പാരഗ്രാഫാണ്. അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്തു. 1.2 3 പാരഗ്രാഫാണ് വരുന്നത്. 9 ചോദ്യങ്ങളാണുള്ളത്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളൊന്ന് നോക്കി അതിൻ്റെ ആൻസേഴ്സ് ജനറേറ്റ് ചെയ്യണം. പിന്നീട് ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് ആ 3 പാരഗ്രാഫ്. Number 1. How did Gavaskar break his mother's nose? ഗവാസ്കർ എങ്ങനെയാണ് അമ്മയുടെ മൂക്ക് പൊട്ടിച്ചത് അല്ലെങ്കിൽ മൂക്കിന് പരിക്കേൽപ്പിച്ചത്? Sunil was playing with his mother. She was bowling. Sunil hit the ball. It struck his mother. Her nose began to bleed. ഗവാസ്കർ അമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവാസ്കർ ബോളിൽ അടിച്ചപ്പോൾ അത് അമ്മയുടെ മേല് കൊണ്ടു. മൂക്കിൽ തട്ടി. മൂക്കിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ക്വാളിറ്റീസ് ഓഫ് ഹിസ് മദർ ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ഔട്ട് ത്രൂ ദിസ് പാർട്ട് ഓഫ് എക്സ്ട്രാക്ട്? Pick 2 words or phrases that best to describe her from the ones given below. താഴെ തന്നിരിക്കുന്ന ചില വാക്കുകൾ തന്നിരിക്കുന്നു. അതിൽ നിന്ന് അമ്മയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് വർണ്ണിക്കുന്ന എന്ത് വേർഡുകളാണ് അല്ലെങ്കിൽ എന്ത് ഫ്രേസുകളാണ് തന്നിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അത് 2 പിക്ക് ചെയ്യാം. തന്നിരിക്കുന്ന വാക്കുകൾ: പേഷ്യൻറ്റ്, എൻകറേജിങ്, excellent cricketer, clever, unwilling to cooperate, helpful. ഇതിലേതാണ് അമ്മയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വർണ്ണിക്കാൻ പറ്റുന്ന വേർഡ് ഇതിൽ തന്നിരിക്കുന്നത്? ഈ പാരഗ്രാഫിൽ എങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? അതിൽ പാരഗ്രാഫിൽ ഏത് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അമ്മയെ ഡിസ്ക്രൈബ് ചെയ്യാൻ? അപ്പോൾ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന വേർഡുകളിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത് പേഷ്യൻസ്, എൻകറേജിങ്, ക്ഷമയോടെ പ്രോത്സാഹനം നൽകുന്നു. ക്ഷമയുള്ള അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പ്രോത്സാഹനം നൽകുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കാം. When Gavaskar says cricket is my blood, he means that. Tick the correct option. ഗവാസ്കർ പറയാണ് ക്രിക്കറ്റ് ഈസ് മൈ ബ്ലഡ്, ക്രിക്കറ്റ് എൻ്റെ രക്തമാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പം അതിൻ്റെ 1, 2, 3, 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. 4-ൽ നിന്ന് 1 നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള, അതിനോട് യോജിക്കുന്ന കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്പർ 1. ഹി സ്ട്രഗിൾസ് ആൻഡ് ഗീവ്സ് ഹിസ് ബ്ലഡ് ടു പ്ലേ ക്രിക്കറ്റ്. കഠിന അധ്വാനം ചെയ്യും, രക്തം പോലും ക്രിക്കറ്റിന് കൊടുക്കാൻ തയ്യാറാണ്, മീൻസ് എന്തും സമർപ്പിക്കാൻ തയ്യാറാണ്. ഹിസ് ഫാമിലി ഹാസ് ടോട്ട് ഹിം ദ ഗെയിം. രണ്ടാമത്തെ വരുന്നത് അവൻ്റെ കുടുംബമാണ് അവനെ ക്രിക്കറ്റ് കളി പഠിപ്പിച്ചത്. 3. ഹി ഹാസ് ഇൻഹെറിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗെയിം ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ്. ഇൻഹെറിറ്റഡ് ഇൻട്രസ്റ്റ്, പരമ്പരാഗതമായി തന്നെ ക്രിക്കറ്റിനോടൊരു താല്പര്യമുണ്ട്. ഫാമിലിയിലൂടെ തന്നെ വന്നൊരു താല്പര്യം ക്രിക്കറ്റിലുണ്ട്. 4. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഗെയിം. അതൊരു അപകടകരമായ കളിയാണ്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ? മൂന്നാമത്തതാണ്. He has inherited interest in the game from his family members. അതാണ് അതിന് സ്യൂട്ടായിട്ടുള്ള ആൻസർ. ക്രിക്കറ്റ് ഈസ് മൈ ബ്ലഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി ഹാസ് ഇൻഹെറിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗെയിം ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ്. നാലാമത്തെ ചോദ്യം നോക്കാം. What did Gavaskar like to do when he went to his uncle's house? What did Gavaskar like to do whenever he went to his uncle's house? When he goes to his uncle's house, അങ്കിളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവിടെ ഗവാസ്കർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്? ഗവാസ്കർ used to take out his uncle's pullovers. The other used to behold them. He admired his uncle for being an outstanding player. അപ്പോൾ അങ്കിളുടെ വീട്ടിൽ പോകുന്ന സമയങ്ങളിൽ എന്താണ് ചെയ്യാറ്? പുള്ളോവർ, ക്രിക്കറ്റിൻ്റെ ഡ്രസ്സ് എടുത്ത് കയ്യിൽ പിടിക്കാറുണ്ട്. എന്നിട്ട് അങ്കിളിനെ പ്രശംസിക്കാറുണ്ട്. എന്തിനാണ് പ്രശംസിക്കുന്നത്? ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ എന്ന നിലയിൽ പ്രശംസിക്കാറുണ്ട്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ലെസൺ ഡിഡ് ഹിസ് അങ്കിൾ ടീച്ച് ഹിം? എന്ത് പാഠമാണ് അങ്കിള് ഗവാസ്കറിനെ പഠിപ്പിച്ചത്?
ഹിസ് അങ്കിൾ അഡ്വൈസ്ഡ് ഹിം ടു വർക്ക് ഹാർഡ് ടു ബിക്കം എ ഗ്രേറ്റ് പ്ലെയർ. അപ്പൊ അങ്കിൾ ഉപദേശിച്ചത് എന്താണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചത് എന്താണ്? വർക്ക് ഹാർഡ്, കഠിന അധ്വാനം ചെയ്യണം നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരൻ ആകുന്നതിന് വേണ്ടി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There is no shortcut to the top means, കുറുക്ക് വഴികളൊന്നുമില്ല. There is no shortcut to the top, മുകളിലെത്താൻ, ഉയർന്നതിലെത്താൻ കുറുക്ക് വഴികളൊന്നുമില്ല എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? താഴെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം, തിരഞ്ഞെടുക്കുക. You can have a big high position in life through shortcuts. ഷോർട്ട് കട്ടിലൂടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന മുകളിലെത്താൻ പറ്റും. രണ്ടാമത്തത്, യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്, കഠിന അധ്വാനം ചെയ്യണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ. മൂന്നാമത്തത്, യു ക്യാൻ റീച്ച് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ബൈ ടേക്കിംഗ് ഷോർട്ട് സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് തന്നെ മലയുടെ ഏറ്റവും മുകളിൽ എത്താൻ കഴിയും. അടുത്തത് വരുന്നത്, ടു സക്സീഡ് ഇൻ ലൈഫ് യു മസ്റ്റ് ടേക്ക് ബിഗ് ജംപ്, ജീവിതത്തിൽ നേടണമെങ്കിൽ വലിയൊരു കുതിപ്പ് ചാട്ടം ചാടേണ്ടതുണ്ട്. ഇതിലേതാണ് ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത്? ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത് യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്. അതാണ് അതിന് യോജിച്ചത്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ് എന്ന് പറയുന്നതിന് യോജിച്ച സെന്റൻസ് യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സൊവനീർ ഡിഡ് ഗവാസ്കർ ലൈക്ക് ദ മോസ്റ്റ്, വൈ? ഏത് സൊവനീർ ആണ്? സൊവനീറിന്റെ അർത്ഥം മീനിങ് വരുന്നുണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. വിച്ച് സൊവനീർ ഡിഡ് ഗവാസ്കർ ലൈക്ക് ദ മോസ്റ്റ്, വൈ? ഏത് സൊവനീർ ആണ് ഗവാസ്കർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ട്? അതിന്റെ ആൻസർ നോക്കാം. ദ ഓദർ ലൈക്ക്, ഓദർ ഇവിടെ ഉദ്ദേശിക്കുന്നത് സുനിൽ ഗവാസ്കറിനെയാണ്. ദ ഓദർ ലൈക്ക് ദ സ്റ്റംസ് ദ മോസ്റ്റ്. അപ്പോൾ ഓദറിന്, അതായത് സുനിൽ ഗവാസ്കറിന് ഏറ്റവും ഇഷ്ടം സ്റ്റംസ് ആണ്. ദ സ്റ്റംസ് ഹാഡ് ഓട്ടോഗ്രാഫ്സ് ഓഫ് ഇന്ത്യൻ ആൻഡ് ഇംഗ്ലീഷ് ടീം. അപ്പൊ സ്റ്റെമ്പിൽ എന്തുണ്ട്? ഇന്ത്യൻ ടീമിന്റെയും ഇംഗ്ലീഷ് ടീമിന്റെയും ഓട്ടോഗ്രാഫ്സ് ഉണ്ട്. ദ പ്ലേഡ് മാച്ചസ് ഇൻ 1952, 1952. ഇപ്പൊ ഗവാസ്കറിന് എന്തുകൊണ്ടാണ് സ്റ്റെമ്പ് ഇഷ്ടപ്പെട്ടിരുന്നത്? അതിൽ ഇംഗ്ലണ്ടിന്റെയും അതേപോലെ ഇന്ത്യൻ ടീമിന്റെ 1952 കളിച്ച ക്രിക്കറ്റ് കളിക്കാരുടെ ഓട്ടോഗ്രാഫ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് നോക്കാം. 8. ഗവാസ്കർ സേസ് ഐ ഹേറ്റഡ് ലൂസിങ് മൈ വിക്കറ്റ്. എന്താണ്? വിക്കറ്റ് നഷ്ടപ്പെടുന്നത് എനിക്ക് ഭയങ്കര വെറുപ്പാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഇനി 3 ചോദ്യങ്ങൾ അതിന് അനുബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. വാട്ട് വുഡ് ഹാപ്പൻ വെൻ ഹി ഗോട്ട് ഔട്ട്? എന്താണ് വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തോൽവി വരുമ്പോൾ അവന് സംഭവിക്കാറ്? അതിന്റെ ആൻസർ എന്താണ്? ഹി വുഡ് സ്റ്റോപ്പ് ദ ഗെയിം ആൻഡ് വാക്ക് അവേ വിത്ത് ഹിസ് ബാറ്റ് ആൻഡ് ബോൾ. കളി നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഹി വുഡ് സ്റ്റോപ്പ് ദ ഗെയിം, കളി നിർത്തിയിട്ട് വീട്ടിലേക്ക് ബാറ്റും ക്രിക്കറ്റും ആയിട്ട് പോകും. രണ്ടാമത്തത്, ഹൗ വുഡ് ദ അതർ ബോയ്സ് റിയാക്ട് ടു ദിസ്? മറ്റുള്ള കുട്ടികൾ ഇതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക? ദ അതർ ബോയ്സ് വുഡ് കോൾ ഹിം നെയിംസ്, അവരെ പരിഹസിച്ച് കളിയാക്കി വിളിക്കാറാണ്. അതിൽ സി. മൂന്നാമത്തത്, വാട്ട് ഡസ് ദിസ് ബിഹേവിയർ ഷോ അബൌട്ട് ഗവാസ്കർ? ഈ ഒരു പെരുമാറ്റത്തിലൂടെ ഗവാസ്കറിൽ നിന്ന് എന്താ പെരുമാറ്റമാണ് പ്രകടമാകുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് ഗവാസ്കർ കുഡ് നോട്ട് ബെയർ വിത്ത് ഡിഫീറ്റ്. ഗവാസ്കറിന് തോൽവി സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. 9ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ദ സെയിം ആസ്. പാസേജുകളിൽ നിന്ന് വേർഡ്സ് കണ്ടെത്തുക. ഏത്? ഒരേപോലെയുള്ള ഇതിന് മീനിങ് വരുന്ന, ഈ തന്ന വാക്കുകൾക്കുള്ള മീനിങ് വരുന്ന വേർഡുകൾ പാസേജുകളിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് പറയുന്നത്. ഒന്നാമത് ക്ലിയർ. അപ്പൊ ക്ലിയർ എന്നത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 to 2 അവർ 5 പാരഗ്രാഫാണുള്ളത്. 5 പാരഗ്രാഫിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ വന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ക്ലിയർ എന്ന വേർഡിന്റെ വാക്കിന് പകരമായിട്ട് എന്താണ് പാസേജിൽ ഉപയോഗിച്ചിരിക്കുന്നത്? വിവിഡ്. രണ്ടാമത് കൺട്രോൾഡ് ഓർ ചെക്ഡ്. അതേ മീനിങ് ഉള്ള കൺട്രോൾഡ് അല്ലെങ്കിൽ ചെക്ഡ് എന്നതിന് അതേ മീനിങ് ഉള്ള ഏത് വേർഡാണ് പാസേജിൽ കൊടുത്തിരിക്കുന്നത്? അത് പാരഗ്രാഫ് 3 തന്നെയാണുള്ളത്. റിസ്ട്രെയിൻഡ്. മൂന്നാമത്തത് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അത് 4ാമത്തെ പാരഗ്രാഫിലാണ് കൊടുത്തിരിക്കുന്നത്.
അതിന് ഏത് വേർഡാണ് കൊടുത്തിരിക്കുന്നത്? ഓഫ് ഗ്രേറ്റ് വാല്യൂ എന്നതിന് പകരം ആയിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ് ഇൻവാല്യുബിൾ. ഇനിയോ നാലാമത്തത് ആൻ ഒബ്ജക്റ്റ് കെപ്റ്റ് ആസ് എ റിമൈൻഡർ ഓഫ് ആൻ ഈവന്റ്. അത് പാരഗ്രാഫ് 4 കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? ആൻ ഒബ്ജക്റ്റ് കെപ്റ്റ്, ഒരു അടയാളം വെച്ചിട്ടുണ്ട്. ആസ് എ റിമൈൻഡർ ഓഫ് ആൻ ഈവന്റ്, ഒരു സംഗതിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സംഗതി വെച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ഈവന്റിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വസ്തു വെച്ചിട്ടുണ്ട്. അത് എന്താണ്? അതിന് പകരം വേർഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ആ അർത്ഥമാകുന്ന വേർഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? സൊവനീർ. നേരത്തെ 7ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു സൊവനീർ എന്നത് ഇതിൽ പറയുന്നുണ്ടെന്ന്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഒരു വസ്തു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു സംഭവത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വസ്തു വെച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞ പേരാണ് സൊവനീർ. ഇനി അടുത്ത് നോക്കാം. എ സ്ട്രോങ് ഫീലിംഗ് ഓർ ഡിസയർ ഓർ ഐഡിയ. അതിന് പകരമായിട്ട് പ്രകടിപ്പിക്കുന്ന ഈ വാക്കുകൾക്ക് പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് എന്താണ്? 5ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒബ്സഷൻ. എത്രയാണ് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇനി അതിൻ്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടാണ് വിശദീകരിക്കുന്നത്. എൻ്റെ ബാലകാല ക്രിക്കറ്റ് കളിയുടെ ഓർമ്മയിലേക്ക് പോകുമ്പോൾ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ക്രിക്കറ്റ് കളിച്ചതാണ്. അമ്മയുടെ കൂടെ ഞങ്ങളെ വീട്ടിലെ ചെറിയ ബാൽക്കണിയിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അമ്മയാണ് എനിക്ക് ബൗൾ ചെയ്ത് തന്നിരുന്നത്, പന്ത് എറിഞ്ഞ് തന്നിരുന്നത്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ എറിഞ്ഞ് തന്നിരുന്നത്. പലപ്പോഴും നീർന്നു നിന്ന് എറിയാൻ പറ്റാതെ കുനിഞ്ഞു നിന്നിട്ട് മുട്ട് കുത്തിയിട്ടൊക്കെയാണ് പല സന്ദർഭത്തിലും എറിഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു സ്ഥലമായിരുന്നു. ഒരു ദിവസം ക്രിക്കറ്റ് ശക്തമായി അടിച്ചപ്പോൾ, ഗവാസ്കർ അറ്റാക്ക് ചെയ്തപ്പോൾ അമ്മയുടെ മൂക്കിന് കൊള്ളുകയും രക്തം ഒലിക്കുകയും ചെയ്തു. അവരുടെ ഇടയിലുള്ള ദൂരം വളരെ കുറവായിരുന്നു. അതൊരു ടെന്നീസ് ബോൾ ആയിരുന്നു. എന്നിരുന്നാലും അവരുടെ ഇടയിലുള്ള ദൂരം വളരെ കുറവായിരുന്നു. അമ്മയുടെ മൂക്കിന് കൊണ്ടു രക്തം ഒലിക്കാൻ തുടങ്ങി. അമ്മ അത് കാര്യമാക്കാതെ കഴുകി വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ക്രിക്കറ്റ് എൻ്റെ ബ്ലഡ് ആണ് എന്ന് പറയുന്നതിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്, ഒരു ക്ലബ് ക്രിക്കറ്ററായിരുന്നു. പിതാവുമായി ധാരാളം ക്രിക്കറ്റ് കളിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അത് ക്രിക്കറ്റ് കളിയിലെ കരിയറിലെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള കരിയറിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മാധവ് മന്ത്രി, അതായത് അമ്മാവൻ മാധവ് മന്ത്രി എന്ന വ്യക്തി ഇന്ത്യക്ക് വേണ്ടി 4 ഒഫീഷ്യൽ ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് വലിയൊരു ആരാധനയായിരുന്നു ഗവാസ്കറിന്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും എടുത്ത് അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ പ്രശംസിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രോഫികളും സമ്മാനങ്ങളൊക്കെ വളരെ ആകർഷണീയമായിരുന്നു ഗവാസ്കറിന്. വീട്ടിൻ്റെ ആദ്യകാലത്തെ ക്രിക്കറ്റ് കളി ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ മദറിലൂടെയാണ് ക്രിക്കറ്റ് കളിയിലേക്ക് വന്നിരിക്കുന്നത്. ക്രിക്കറ്റ് വീട്ടിൻ്റെ അയൽവക്കത്തുള്ള സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു കളിച്ചിരുന്നത്. സുഹൃത്തുക്കളുടെ കൂടെയാണ് മാച്ചുകളും കളിച്ചിരുന്നത്. ഇത്രയും ആണ് അതിൻ്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ ആ പാരഗ്രാഫുകൾ വായിക്കുന്ന സമയത്തും ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോഴും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. See you next. Thank you very much.